നമസ്കാരം. ഒരിക്കൽ ഒരു കടൽ തീരത്ത് കുറേ വികൃതി പിള്ളേര് കരയ്ക്കൊതുങ്ങിയ ഒരു കടലാമയെ കയ്യിൽ കിട്ടിയ കമ്പും വടിയും മറ്റും കൊണ്ട് പ്രഹരിക്കുകയായിരുന്നു. ആ ആമ കിടന്നു പിടയുന്നത് കാണണം, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ എത്ര തല്ലുകൊണ്ടിട്ടും ആമയ്ക്ക് വലിയ കൂസലൊന്നുമില്ല. കാരണം എല്ലാ തല്ലും ചെന്നു കൊള്ളുന്നത് ആമയുടെ ആ പരുപരുത്ത പുറം തോടിലാണല്ലോ. കുട്ടികൾ നിരാശരായി. അന്നേരം അതുവഴി ഒരു പണ്ഡിതൻ പോകാനിടയായി. ആ പണ്ഡിതൻ ആ കാഴ്ച അവിടെ നിന്ന് അല്പനേരം കണ്ടു. എന്നിട്ട് അവരുടെ അടുക്കൽ ചെന്നു പറഞ്ഞു, മണ്ടന്മാരെ, ഇങ്ങനെയാണോ ആമയെ തല്ലുന്നത്? ഞാൻ പഠിപ്പിച്ചു തരാം ആമയെ എങ്ങനെയാണ് തല്ലേണ്ടത് എന്ന്. ഇങ്ങനെ തല്ലിയാൽ ആമയ്ക്കൊട്ടും ഏശുകയില്ല. ആമയെ ഒന്ന് കീഴ്മേൽ മറിച്ചിടൂ, എന്നിട്ട് തല്ലു, അപ്പോൾ കാണാം എന്ന് കുട്ടികൾ ആ പണ്ഡിതൻ പറഞ്ഞ പ്രകാരം ചെയ്തു. ഏതാനും അടിയേറ്റപ്പോൾ തന്നെ ആമ അവർക്ക് മുന്നിൽ പിടഞ്ഞു മരിച്ചു. കുട്ടികൾ കൈയടിച്ചാർത്തു. പണ്ഡിതൻ തൻ്റെ പാണ്ഡിത്യം നിറവേറിയതോർത്ത് അവിടെ കൃതാർത്ഥനാവുകയും ചെയ്തു. ഈ കഥയുടെ സന്ദേശം എന്താണ്? കുറേ വികൃതി പിള്ളേര് ഒരു മിണ്ടാപ്രാണിയെ ഉപദ്രവിക്കുന്ന കാഴ്ച കാണുന്ന ഒരു പണ്ഡിതന് അവരെ ആട്ടി ഓട്ടിക്കുവാനോ ആ മിണ്ടാപ്രാണിയെ രക്ഷിച്ചെടുക്കുവാനോ അല്ല തോന്നിയത്, മറിച്ച് തൻ്റെ പാണ്ഡിത്യം വെളിപ്പെടുത്തുവാനാണ്. അപ്പോൾ തിന്മയെ ജനിപ്പിക്കുന്ന പാണ്ഡിത്യമാണ് നമ്മൾ അവിടെ കണ്ടത്. അത് ചെന്നു കലാശിച്ചത് ഒരു മിണ്ടാപ്രാണിയുടെ ദാരുണ അന്ത്യത്തിലും. ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ ഈരടി ഓർമ്മ വരികയാണ്, അതൊന്ന് പങ്കുവെക്കട്ടെ. മനീഷിണഃ സന്തി നതേ ഹിതൈഷിണഃ, ഹിതൈഷിണഃ സന്തി നതേ മനീഷിണഃ. മനീഷിണഃ പണ്ഡിതന്മാർ സന്തി ഉണ്ട്, പക്ഷേ അവർ ന ഹിതൈഷിണഃ, അവർ ഹിതൈച്ഛുക്കളല്ല, അന്യർക്ക് നന്മ വരേണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ല. ഹിതൈഷിണഃ സന്തി, ഹിതൈച്ഛുക്കളുണ്ട്, അന്യർക്ക് നന്മ വരേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട്. തേ മനീഷിണഃ ന, അവർ മനീഷികളല്ല, അവർ പണ്ഡിതന്മാരല്ല. അപ്പോൾ പാണ്ഡിത്യവും നന്മയും ഒരാളിൽ ഒത്തുചേരുക വിരളമാണ് എന്ന് വന്നു. വിദ്യാഭ്യാസം കൊണ്ട് നന്മ സിദ്ധിക്കില്ല എന്ന് വന്നുവോ? അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ നന്മയായ ലോകസമാധാനം വിദ്യാഭ്യാസം കൊണ്ട് സിദ്ധിക്കുന്നില്ല എങ്കിൽ പിന്നെന്തുകൊണ്ട് സിദ്ധിക്കുവാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാഭ്യാസം മൂല്യ അധിഷ്ഠിതമായേ തീരൂ എന്ന് പറയാൻ കാരണം. ഇത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാകണം യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ എന്ന പ്രസ്ഥാനം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ലോകരാഷ്ട്രങ്ങൾ എല്ലാ കൊല്ലവും ആചരിച്ചു വരുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ഉണ്ടല്ലോ, അതിന് ഇക്കുറി എഡ്യൂക്കേഷൻ ഫോർ ലാസ്റ്റിംഗ് പീസ്, വിദ്യാഭ്യാസം ശാശ്വതമായ സമാധാനത്തിന് എന്ന ഒരു പ്രമേയം, കാലിക പ്രസക്തമായ തീം തിരഞ്ഞെടുത്തത്. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ വിദ്യ കൈവശമാവുകിൽ എന്ന് പേരിട്ട് വിളിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിന പ്രത്യേക പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് എനിക്കൊപ്പം 2 പേരുണ്ട്. ഒരാൾ ഡോക്ടർ നാൻസി, ഹോമിയോ ഡോക്ടർ, നിയമ വിദ്യാർത്ഥി, സാമൂഹ്യ പ്രവർത്തക തുടങ്ങിയ മേഖലകളിൽ വ്യാപരിക്കുന്നയാളാണ്. ഹ്യൂമൻ റൈറ്റ്സിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് PG എടുത്തയാളാണ്. ഡോക്ടർ നാൻസിയെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനാശംസകൾ നേരുന്നു. മറ്റൊരാൾ ക്രിസ്പൽ മരിയ, എറണാകുളത്തെ റാണി മാതാ പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ക്രിസ്പൽ മരിയ. A happy International Day of Education to all the viewers of Goodness TV. വിദ്യാഭ്യാസ പരിപാടിയാണെന്ന് കേട്ടപ്പോൾ ക്രിസ്ബൽ കുറേ നല്ല എഡ്യൂക്കേഷൻ കോട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെയോ? അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ട് പറയാമോ? പറയാം. Education is the manifestation of perfection existing in man. ഇതാരുടെ ഉദ്ധരണിയാണ്? സ്വാമി വിവേകാനന്ദന്റെ. അതെ, സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ഈ വാക്കുകളിലൂടെയാണ്. അതിൻ്റെ മലയാളം ഒന്ന് പറയട്ടെ. മനുഷ്യനിൽ അന്തർലീനമായ പരിപൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അവിടെ സ്വാമി സങ്കല്പിക്കുകയാണ് മനുഷ്യനിൽ പരിപൂർണത വർദ്ധിക്കുന്നുണ്ടെന്നും ഏതൊന്ന് ആ പരിപൂർണതയെ പുറത്തു കൊണ്ടുവരുന്നുവോ അതാണ് വിദ്യാഭ്യാസമെന്നും. ഈ നിർവചനത്തിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതായത് റിലീജിയൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ ബോത്ത് കേസസ് ഈസ് ടു റിമൂവ് ഓൾ ദ ഒബ്സ്ട്രക്ഷൻസ് ഫ്രം ദ വേ. അതെ, ഇപ്പോൾ മനുഷ്യനിൽ അന്തർലീനമായ ദ്വിത്വത്തിൻ്റെ ആവിഷ്കാരമാണ് മതം. ഒരു അധ്യാപകൻ്റെ കർത്തവ്യം ഈ 2 വിഷയത്തിലും
വഴിയിലുള്ള തടസ്സങ്ങളെ നീക്കി കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നാം, പക്ഷേ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം അധ്യാപകരിൽ നിക്ഷേപിക്കുന്നത്. ആ തടസ്സങ്ങൾ എന്തൊക്കെയാവാം? അത് അലസത, മടി എന്നിവയൊക്കെ ആവാം. അതല്ലാതെ തനിക്ക് കഴിയുമോ എന്നുള്ളൊരു അപകർഷതാബോധം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, പിന്നെ പലതരം ദുശീലങ്ങൾ, ഇതെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ വഴിയിൽ നിന്ന് നീക്കി കൊടുക്കേണ്ടത് ഒരു അധ്യാപകന്റെ കടമയാണ്. അതായത് ശരിയായിട്ടുള്ളൊരു ദിശാബോധം കൊടുക്കുക എന്നർത്ഥം. തീർച്ചയായും. ഇവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ പരിപൂർണത എന്നൊരു സംഗതിയാണ് ഇവിടെ വിവേകാനന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പരിപൂർണതയെക്കുറിച്ച്, പെർഫെക്ഷനെ മുൻനിർത്തി ബൈബിളിലെ ഒരു പ്രസിദ്ധമായ വചനമുണ്ടല്ലോ. ക്രിസ്പലിന് അത് പറയാൻ കഴിഞ്ഞേക്കും? തീർച്ചയായും. പറയും. Be perfect, therefore, as your heavenly Father is perfect. അതെ, മത്തായിയുടെ സുവിശേഷത്തിലാണ്, ഗിരിപ്രഭാഷണത്തിലാണ് നാം ഇത് വായിക്കുക. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കും പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ എന്ന്. അപ്പോൾ ഏത് മേഖലയിലും പരിപൂർണത നമ്മൾ നേടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിവേകാനന്ദൻ അത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. Now let us have another topic. വിവേകിയായ സോളമന്റെ കഥ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. ബൈബിളിൽ പഴയ നിയമത്തിൽ രാജാക്കന്മാർ എന്ന അധ്യായത്തിലാണ് അത് അന്തർഭവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വിവേകം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സോളമൻ രാജാവ് ഒരിക്കൽ വിചിത്രമായ ഒരു കേസ് ഒത്തുതീർപ്പാക്കുന്നുണ്ട്. ആ കഥ ക്രിസ്പൽ നമുക്കായി പറഞ്ഞു തരും. ഒരിക്കൽ 2 സ്ത്രീകൾ ഒരു കുഞ്ഞിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചു. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഇതെന്റെ കുഞ്ഞാണെന്ന് അവകാശപ്പെട്ടു. ഈ കേസ് സോളമൻ രാജാവിന്റെ മുന്നിലെത്തി. സോളമൻ രാജാവ് അവർ രണ്ടുപേരെയും ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ഭടനോട് ഒരു വാൾ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ഭടൻ വാൾ കൊണ്ടുവന്നപ്പോൾ രാജാവ് ആ കുഞ്ഞിനെ 2ആയി മുറിച്ച് ഒരു ഭാഗം ഒരു സ്ത്രീക്കും മറ്റേ ഭാഗം മറ്റേ സ്ത്രീക്കും കൊടുക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, കുഞ്ഞിനെ കൊല്ലരുതേ, കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കോ, അവൾ വളർത്തിക്കോട്ടെ, എനിക്ക് വേണ്ട, കുഞ്ഞിനെ കൊല്ലാതിരുന്നാൽ മാത്രം മതി. മറ്റേ സ്ത്രീക്ക് കുഞ്ഞിനെ കൊല്ലുന്നതിന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞില്ലേ, ആ സ്ത്രീക്ക് കുഞ്ഞിനെ നൽകൂ, കാരണം ആ സ്ത്രീയാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ഇങ്ങനെയാണ് സോളമൻ രാജാവ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മേനെ കണ്ടുപിടിച്ചത്. ഡോക്ടർ, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിലല്ലല്ലോ ജീവിക്കുന്നത്. ഇന്ന് ചില മാതാപിതാക്കൾ, അമ്മമാർ പോലും സ്വന്തം മക്കളെ കൊല്ലുന്ന വാർത്തകൾ നാം വായിക്കാറുണ്ട്. തങ്ങളുടെ വഴിവിട്ട ജീവിതത്തിന് വിലങ്ങുതടിയാകുമെന്നോർത്ത് മക്കളെ കൊല്ലുന്ന അമ്മമാരുടെ വാർത്തകൾ. പിന്നീട് അവർ അതിനെ ചൊല്ലി പശ്ചാത്തപിക്കാറില്ല എന്നുപോലും വാർത്തകൾ വരുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ മദർ തെരേസയുടെ ഒരു ഉദ്ധരണി ഓർമ്മ വരുന്നു. അതെ. If a mother can kill her own child, what is left for me to kill you and you to kill me? There is nothing in between. അതെ, ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലാനും നിങ്ങൾക്ക് എന്നെ കൊല്ലാനും എന്താണ് ബാക്കിയുള്ളത്? തമ്മിൽ ഒന്നുമില്ല എന്ന്. പക്ഷേ മദർ അവിടെ സംസാരിച്ചത് ഭ്രൂണഹത്യക്കെതിരെയാണ്. അങ്ങനെ വല്ലതുമാണോ ഇവിടെ? നമുക്ക് സോളമൻ കഥയിലേക്ക് വരാം. ഇന്നാണ് ഈ കഥ എഴുതപ്പെട്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ കാതലായ ഒരു മാറ്റം ഉണ്ടായിരിക്കുമെന്ന്. അതായത് സോളമൻ എങ്ങനെയാണത് ഉപസംഹരിക്കുന്നത് നോക്കൂ. കുഞ്ഞിനെ കൊല്ലേണ്ട, ആർക്ക് കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടോ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തുകൊള്ളൂ, എന്തെന്നാൽ അവളാണ് കുഞ്ഞിൻ്റെ മാതാവ്. ഇതിൽ അവസാനത്തെ ഭാഗത്തിലാവും മാറ്റം വരുത്തുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അവളാണ് യഥാർത്ഥ മാതാവ് എന്നല്ല അവിടെ വരിക, അവളാണ് കുഞ്ഞിനെ വളർത്താൻ അർഹ, അവളാണ് കുഞ്ഞിനെ വളർത്താൻ യോഗ്യ എന്നോ മറ്റോ ആണ് വരിക. കാരണം ഈ സോളമൻ രാജാവിൻ്റെ മുമ്പിലുള്ള യഥാർത്ഥ പ്രശ്നം കുഞ്ഞിൻ്റെ മാതാവ് ആരാണ് എന്നതിലുപരിയായി കുഞ്ഞിനെ വളർത്താൻ ആരാണ് അർഹ എന്നതല്ലേ. നേരെ മറിച്ച് കുഞ്ഞിൻ്റെ മാതാവ് ആരാണ് എന്നതാണ് യഥാർത്ഥ പ്രശ്നമെങ്കിൽ ഈ കഥയ്ക്ക് ഇന്ന് പ്രസക്തി എവിടെ? സോളമൻ രാജാവിൻ്റെ വിവേകത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ DNA ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ കുഞ്ഞിൻ്റെ മാതാവ് ആരാണ് എന്ന്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം കുഞ്ഞിനെ വളർത്താൻ ആരാണ് അർഹ എന്നാണ്. അപ്പോൾ അവർ ബയോളജിക്കൽ മദർ, ജൈവിക മാതാവ് അല്ലെങ്കിൽ പോലും കുഞ്ഞിനെ വളർത്താൻ അവരാണ് അർഹ. ആർക്ക് കുഞ്ഞിനെ കൊല്ലുന്നതിനോട് വിയോജിപ്പുണ്ടോ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ആ വചനം നമുക്ക് വീണ്ടും ഓർക്കാം. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണ് ഈ കഥ ഉപസംഹരിക്കുന്നത്, കുഞ്ഞിനെ കൊല്ലരുത്, കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കൂ. ആർക്ക് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കണമെന്നുണ്ടോ, ആർക്ക് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കണമെന്നുണ്ടോ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കൂ. എന്തെന്നാൽ അവളാണ് യഥാർത്ഥ മാതാവ്. അപ്പോൾ അവിടെ അവളാണ് കുഞ്ഞിനെ വളർത്താൻ അർഹ എന്ന് നമുക്ക് മാറ്റി എഴുതാം. മാറ്റി എഴുതിയില്ലെങ്കിലും അതായിരിക്കണം അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാമല്ലോ. ക്രിസ്ബലിന് സോളമൻ രാജാവിന്റെ കഥ ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടന്നാലോ? ഒരു ടീച്ചർക്ക് ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടെന്നിരിക്കട്ടെ. അതെ. ആ അറിവ് ലഭിക്കാനായി ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ പക്കൽ വരുന്നു. പക്ഷേ ആ ടീച്ചർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ വിദ്യാർത്ഥി അത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്ന്. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു നോളേജ് സീക്കർ എന്ന നിലയ്ക്ക് ആ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് വിദ്യ പകർന്നു നൽകണമോ, അതോ ആ വിദ്യാർത്ഥിയുടെ ഉദ്ദേശശുദ്ധിയില്ലായ്മ കണക്കിലെടുത്ത് അത് നിരസിക്കണമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമുക്ക് ക്രിസ്പലിനോട് ആ ചോദ്യം ചോദിക്കാം. സപ്പോസ് എ ടീച്ചർ possesses a piece of knowledge. Somebody comes and he seeks that knowledge. The teacher finds that the knowledge seeker will use it for destructive purposes. Should the teacher impart that knowledge to him or not? No, വേണ്ട. നിസ്സംശയം പറഞ്ഞു വേണ്ട എന്ന്. ഇങ്ങനെ സംശയരാഹിത്യത്തോടുകൂടി സംശയരഹിതമായി പറയുന്ന ഒരു ശ്ലോകാർത്ഥമുണ്ട്, ഒരു ശ്ലോകത്തിലെ ഒരു ഈരടിയുണ്ട്. അത് ഇപ്രകാരമാണ്: വിദ്യയാ സഹ മർത്തവ്യം കുശിഷ്യായ ന ദാപയേതെന്ന്. വിദ്യയോടൊപ്പം അറിവോടൊപ്പം മരിക്കുകയാണ് ഭേദം, അല്ലാതെ അത് ചീത്ത വിദ്യാർത്ഥിക്ക് പകർന്നു കൊടുക്കുകയല്ല. അത്രത്തോളം കടത്തി പറഞ്ഞു. അതായത് പാണ്ഡിത്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല, തിന്മയെ ജനിപ്പിക്കുന്ന പാണ്ഡിത്യം നിന്ദ്യമാണ് എന്ന്. അപ്പോൾ ഇവിടെ നാം ആമുഖത്തിൽ കണ്ട പണ്ഡിതനും ഈ ഈരടി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപകനും തമ്മിൽ മഹത്തായ അന്തരമുണ്ടല്ലോ. സാറ് പറഞ്ഞതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വിധ്വംസക പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ മിക്കവാറും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ നേടിയ ആ ഒരു വിദ്യാഭ്യാസം അത് നമ്മുടെ ഈ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ തീമിൽ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള ഒരു സമാധാനത്തിനാണോ അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ വർദ്ധിച്ചു വരുന്ന ഓൾഡ് ഏജ് ഹോംസ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പാരൻസിനെ ഓൾഡ് ഏജ് ഹോംസിലും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. Let us have another topic. What are the signs of a student? ഒരു വിദ്യാർത്ഥിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ തിരിച്ചറിയുക? യൂണിഫോം അണിഞ്ഞതുകൊണ്ടോ ഹാജർ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടോ ഒരാൾ എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥിയാവില്ലല്ലോ. അപ്പോൾ വിദ്യാർത്ഥിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള ഉത്തരം ഒരു പ്രസിദ്ധമായ പദ്യത്തിലുണ്ട്. അതെ അതെ, ക്രിസ്ബലിന് അറിയാം ആ പദ്യം. ക്രിസ്ബൽ ഒന്ന് പറയാമോ ആ പദ്യം? കാകദൃഷ്ടി ഭഗത്യാനം ശ്വാനനിദ്ര തദേവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. അതെ, കാക്കദൃഷ്ടി എന്നാണല്ലോ ഒന്നാമതായിട്ട് പറഞ്ഞത്. കാക്കയുടെ നോട്ടം എന്നർത്ഥം. നോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഒബ്സർവേഷൻ അല്ലേ, അതായത് നിരീക്ഷണമല്ലേ. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വശം ഒന്ന് പറയാമോ? കാക്കയുടെ നോട്ടം എന്ന് പറയുന്നത് ഒരു ചരിഞ്ഞ നോട്ടം എന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ അതൊരു ബൈനോക്കുലർ വിഷനാണ്. കാക്ക ഒരു കണ്ണായിട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ ഡീപ്പായിട്ടും ഫോക്കസ്ഡ് ആയിട്ടും കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ലീനിയർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ആ ഒരു വസ്തുവിലേക്കുള്ള ഒരു ഡെപ്ത്, ഇതെല്ലാം കാക്കയ്ക്ക് കൃത്യമായി അളക്കാൻ പറ്റും. അതായത് വളരെ ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു വിദ്യാർത്ഥി എന്നാണ് ആ ഒരു ശ്ലോകം വഴി ഉദ്ദേശിക്കുന്നത്. അതെ, ഇതിലൂടെ എനിക്ക് തോന്നുന്നത് രണ്ടു സംഗതികളാണ്. എത്തരം ഒബ്സർവേഷനാണ്, എത്തരം നോട്ടമാണ്. അത് സൂക്ഷ്മമായിരിക്കണം, അതോടൊപ്പം തന്നെ അത് അഗാധമായിരിക്കണം. ഇപ്പോൾ മൈന്യൂട്ട് ആയിരിക്കണം, ഡീപ്പുമായിരിക്കണം. ഈ രണ്ട് സവിശേഷതകൾ വേണമെന്ന് തോന്നുന്നു. ഈ പദ്യം അതാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് തോന്നുന്നു.
അപ്പോൾ ആ വിദ്യാർത്ഥി ക്ലാസ് മുറിയിലെ ബെഞ്ചിലിരുന്ന് പഠിച്ചാലും പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് ആരിൽ നിന്ന് ഏത് സമയത്ത് പഠിച്ചാലും ആ നോട്ടത്തിൽ ആ നിരീക്ഷണത്തിൽ ഇത് രണ്ടും വേണം എന്നായിരിക്കണം ഈ കാകദൃഷ്ടി എന്ന ഒരു അടയാളം വിദ്യാർത്ഥിയുടേതായി പറയുമ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമുക്ക് രണ്ടാമത്തേതിലേക്ക് കടക്കാം. ഭഗധ്യാനമെന്ന്. കൊക്കിൻ്റെ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊക്കിൻ്റെ തപസ്. അത് ഭാഷയിൽ വരുമ്പോൾ അത് കാപട്യം എന്നർത്ഥത്തിലും അത് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം എന്താണ്? കൊക്ക് ഒറ്റക്കാലിൽ നിന്നിട്ടാണ് ആ വെള്ളത്തിൽ നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പോൾ ഒറ്റക്കാല് അത് കണ്ണടച്ചിട്ട് അത് തപസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കൊക്കിന് ചുറ്റും ആ സമയത്ത് ഒരുപാട് ചെറു മീനുകളും അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ കൊക്ക് അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൊക്ക് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ആ ലക്ഷ്യം? അത് വലിയ മീനുകളാണ്. ചെറിയ മീനുകളെ നോക്കിയിട്ട് അതിനെ കൊത്തി അതിൻ്റെ ആ ഒരു വെള്ളം കലക്കി കഴിഞ്ഞാൽ വലിയ മീനുകൾ ചിലപ്പം വരണമെന്നില്ല. അപ്പം അതുപോലെ തന്നെയായിരിക്കണം ഒരു വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉന്നം വെക്കാതെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഉന്നം വെക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തടസ്സങ്ങളിൽ തട്ടി വീഴാതെ നിന്ന് കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ആ ഒരു ശ്ലോകം വഴി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ ഭഗധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കണം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ മുമ്പിൽ വന്നാൽ അവ ഗൗനിക്കേണ്ട. കാരണം ഒരു ചെറിയ സംരംഭത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു ചെറിയ സംരംഭത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. അത് മറ്റൊരു ചെറിയ സംരംഭത്തിലേക്ക്. അതുകൊണ്ട് അവിടെ സഹനമാണ്, അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ഈ മഹത്തായ സംരംഭങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ എങ്ങനെ ചെറു മീനുകളെ അവഗണിച്ചുകൊണ്ട് വലിയ മീനുകൾക്കായി കാത്തിരിക്കുന്നുവോ, ചെറിയ മീനുകൾ കുളത്തെ കലക്കി കളയും. അപ്പോൾ വലിയ മീനുകൾ വരാൻ ഇടയാക്കാതിരിക്കും. അപ്പോൾ അവിടെയും ഒരു സഹനമാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, വലിയ സംരംഭങ്ങളിൽ ഏർപ്പെടുക, അതിൽ ഏർപ്പെട്ട് തീവ്രതയോടെ ഏർപ്പെട്ട് വിജയിക്കുക. അപ്പോൾ അവിടെ ഒരു സഹനം എന്ന ഒരു ശീലത്തെക്കുറിച്ച് പറയുന്നുണ്ടാവാം. പിന്നെ ഇത്തിരി കാപട്യവും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു മത്സരബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുക എന്ന ആശയം കൂടി അതിൽ ഉണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. കാരണം കാക്കയുടെ ആ ഒരു ചെരിഞ്ഞ നോട്ടത്തിലും ഒരു കൃത്രിമത്വമില്ലേ? അതായത് മറ്റു വിദ്യാർത്ഥികളെ പോലെയാണ് ഒരാളും ഇത് പ്രാവർത്തികമാക്കുന്നയാളും ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ മറ്റു വിദ്യാർത്ഥികൾ എത്തുന്നിടത്ത് മാത്രമേ ഇയാൾക്കും എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ കാകദൃഷ്ടിയും ഭഗധ്യാനവും കഴിഞ്ഞു. ശ്വാനനിദ്രയാണ് തൊട്ടടുത്തത്. ശ്വാനപദത്തിന്റെ അർത്ഥം അറിയാമോ ക്രിസ്പലിന്? നായയുടെ ഉറക്കമാണ് ശ്വാനനിദ്ര. എന്താണ് പ്രത്യേകത നായയുടെ ഉറക്കത്തിന്? അത് ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുകയാണോ ചെയ്യുക നായ? അല്ല. ഒരു ചെറിയ ഒച്ച കേൾക്കുമ്പോൾ നായ എന്താണ് ചെയ്യുക? പെട്ടെന്ന് എഴുന്നേൽക്കും. അപ്പോൾ അതുപോലെ ഒരു വിദ്യാർത്ഥിയും ആവണമെന്നായിരിക്കുമല്ലോ ഇതിൽ പറയുന്നത്. അതായത് നായയെ സംബന്ധിച്ചൊരു ചെറിയ ഒച്ച കേട്ട നായ പൊടുന്നനെ അലേർട്ട് ആവുകയാണ്, ജാഗ്രത ആവുകയാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒച്ച എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അത് എനിക്ക് തോന്നുന്നു ആശയങ്ങളാവാം. അപ്പോൾ ആവാം. അപ്പോൾ ആശയങ്ങളാവാം. ഒരു ചിന്തകൻ പറഞ്ഞു ക്രിസ്പൽ, അതായത് അലാം ക്ലോക്ക് വെച്ചാണോ ക്രിസ്പൽ എഴുന്നേൽക്കുന്നത് രാവിലെ? അല്ല. അലാം ക്ലോക്ക് വെച്ച് എഴുന്നേൽക്കുന്നവരില്ലേ? അപ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞത്, എനിക്ക് അലാം ക്ലോക്കിന്റെ ആവശ്യമില്ല. പിന്നെ എന്താണ് എന്നെ ഉണർത്തുക? അമ്മയോ ചേച്ചിയോ അല്ല, എന്നെ ഉണർത്തുക എൻ്റെ ആശയങ്ങളാണ് എന്ന്. എനിക്ക് അലാം ക്ലോക്കിന്റെ ആവശ്യമില്ല, എൻ്റെ ആശയങ്ങൾ എന്നെ ഉണർത്തിക്കൊള്ളുമെന്ന്. അതാണ് ഇവിടെ നമുക്ക് നോക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഒരു ചെറിയ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ജാഗ്രത ആകുന്ന നായയുടെ ഉറക്കമായിരിക്കണം ഒരു വിദ്യാർത്ഥി ശീലിക്കേണ്ടത്. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവിടെ ഒച്ച ഐഡിയാസാണ്, ആശയങ്ങളാണ്. ആശയങ്ങൾ വിദ്യാർത്ഥിയെ കിട്ടുമ്പോൾ വിദ്യാർത്ഥികൾ ജാഗരൂകരാവുകയാണ്. ആ ആശയമാണെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ പറയുന്നത് രണ്ട് സംഗതികളുണ്ട്: മിതാഹാരവും അല്പാഹാരവും ജീർണവസ്ത്രവും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മിതാഹാരം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒരുപാട് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ്. ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ തകർത്ത് ബ്ലഡിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സിറോട്ടോണിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സിറോട്ടോണിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യാം, ഒരു ആലസ്യം, ഒരു മടി വരിക. അപ്പോൾ ഒരു ശരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, തുടർച്ചയായിട്ടിരുന്ന് പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥി
എപ്പോഴും ഒരു മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പോൾ ഇത് അതിൻ്റെ ശാസ്ത്രീയമായ വശമാണ്. എനിക്ക് തോന്നുന്ന ഒരു സാമാന്യമായ വശം കൂടി ഞാൻ പറയാം. അല്പാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി ഇങ്ങനെ സമൃദ്ധമായ ഭക്ഷണം കഴിക്കേണ്ട എന്നല്ല. ഒരു വിവാഹത്തിന് പോയി അല്പാഹാരമേ കഴിക്കൂ എന്ന വിദ്യാർത്ഥി മാറി നിൽക്കേണ്ടതില്ല, ശാഠ്യം പിടിക്കേണ്ടതില്ല. സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം. പക്ഷെ അല്പമായ ഭക്ഷണമേ ഉള്ളൂ എന്നതുകൊണ്ട് അത് ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥി അല്ലാതാക്കുന്നില്ല എന്ന ആശയം കൂടി ഇതിൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ജീർണ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം. അതിന് ശാസ്ത്രീയമായ വശങ്ങൾ അതിന് ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല. ബേസിക്കലി ഒരു ലാളിത്യം, ലാളിത്യമാണ്. അപ്പോൾ അവിടെയും ഈ ആശയം തന്നെ ഞാൻ പറയട്ടെ. അതായത് ഈ നല്ല വസ്ത്രം വിദ്യാർത്ഥിക്ക് ഉടുക്കാം, ഒരു കുഴപ്പവുമില്ല, കിട്ടിയാൽ ഉടുക്കാം. പക്ഷേ മുഷിഞ്ഞ വസ്ത്രമേ ഉള്ളൂ എന്ന് വെച്ച് അതൊരു വിദ്യാർത്ഥി അല്ലാതാക്കുന്നില്ല എന്ന ആശയം കൂടി അദ്ദേഹം ഉൾച്ചേർത്തിരിക്കണം ഈ മിതഭോജനവും ജീർണ വസ്ത്രവും വെച്ച് പറയുമ്പോൾ. ആശയം കൂടി നമുക്ക് ആലോചിക്കണമെന്ന് തോന്നുന്നു. ക്രിസ്പൽ, നമുക്ക് പഞ്ചതന്ത്രം കഥകളില്ലേ, അതുപോലെ പാശ്ചാത്യർക്ക് ചില രസകരമായ കഥകളുടെ ഒരു സമാഹാര പുസ്തകമുണ്ട്. ഈസോപ്പിന്റെ കഥകൾ എന്നാണ് പറയുക, ഈസോപ്സ് ഫേബിൾസ് എന്നാണ് പറയുക. ക്രിസ്പൽ ഈസോപ്പ് കഥകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിൽ ക്രിസ്പലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ പറയാമോ? പറയാം. ഏതാണ് ആ കഥ? കഥയുടെ പേരെന്താണ്? ആമയും മുയലും. ആമയും മുയലും. ഇപ്പോൾ ആമയും മുയലും കഥയാണ് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചിരി വരും. പക്ഷേ ചിരിക്കാനുള്ളതല്ല ഈ കഥ, ഒട്ടേറെ ചിന്തിക്കാനുള്ളതാണ് ഈ കഥ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലായിക്കോളും. ഒന്ന് പറയാമോ? ആമയും മുയലും കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ആമ മുയലിനോട് ചോദിച്ചു, നമുക്കൊരു ഓട്ടപ്പന്തയം വെച്ചാലോ? മുയൽ ശരിയെന്നും പറഞ്ഞു. പിറ്റേ ദിവസം ആമയും മുയലും ഓട്ടപ്പന്തയം വെച്ചു. ഓട്ടപ്പന്തയത്തിന്റെ മണി മുഴങ്ങിയതും മുയൽ ഒട്ട കുതിപ്പിന് കുറേ ദൂരത്തെത്തി. ആമ തന്റെ ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്നോളം വേഗത്തിൽ ഓടിക്കൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മുയൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ എവിടെയും ആമേനെ കാണാനില്ല. അപ്പോൾ മുയൽ വിചാരിച്ചു, ഇവൻ ഇന്നൊന്നും ഇവിടെ എത്തില്ല. ആമയെ പരിഹസിക്കാനായി മുയൽ അവിടെ കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി കിടന്നു ഉറങ്ങിപ്പോയി. മുയൽ നല്ല ഉറക്കത്തിലായപ്പോഴാണ് ആമയുടെ വരവ്. ആമ ഒന്നും നോക്കാതെ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞ മുയൽ എണീറ്റപ്പോൾ ആമേനെ അവിടെ എവിടെയും കാണാനില്ല. അപ്പോൾ മുയൽ വിചാരിച്ചു, അവനിവിടെ എത്തിയിട്ടുണ്ടാവില്ല. മുയൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് പോയി നോക്കുമ്പോൾ ആമ വിജയിച്ചിരുന്നു. അപ്പോൾ ആര് ജയിച്ചു, ആര് തോറ്റു? ആമ ജയിച്ചു, മുയൽ തോറ്റു. ആമ ജയിച്ചു, മുയൽ തോറ്റു. ഓട്ടപ്പന്തയത്തിലാണ് ആമ ജയിക്കുന്നത്. അപ്പോൾ ഈ കഥ ആമയും മുയലും കഥ എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാവർക്കും ഒരു ചിരിയാണ്. പക്ഷേ അതിൽ ഒട്ടേറെ സംഗതികളുണ്ട്. ആമയാണ് മുയലിനെ ഓട്ടപ്പന്തയത്തിന് ക്ഷണിക്കുന്നത്. അപ്പോൾ ആമയ്ക്കറിയാം തൻ്റെ കഴിവ് കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല എന്ന്. പിന്നെ എന്തുദ്ദേശത്തിലാണ് ആമ മുയലിനെ ഓട്ടപ്പന്തയത്തിന് ക്ഷണിക്കുന്നത്? മുയലിന് അഹങ്കാരമാണ്. അഹങ്കാരം ശമിപ്പിക്കുകയാണ് ആമയുടെ ഉദ്ദേശം. പക്ഷേ മുയലിന് രണ്ട് ദുർഗുണങ്ങളുണ്ട്, രണ്ട് ചീത്ത സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൻ്റെ പേരിൽ തനിക്ക് ജയിക്കാനാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ആമ മുയലിനെ ഓട്ടപ്പന്തയത്തിന് ക്ഷണിക്കുന്നത്. ഏതൊക്കെയാണ് ആ ചീത്ത ഗുണങ്ങൾ? ഒന്ന്, മുയലിന് തന്നോട് മത്സരിക്കുന്നയാളോട് പുച്ഛമാണ്, അവജ്ഞയാണ്. ഈസോപ്പ് ഉപയോഗിക്കുന്ന വാക്ക് കൺടെംപ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത്, തന്നിൽ മുയലിന് അമിതമായ വിശ്വാസമുണ്ട്, ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഈ രണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ മുയലിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് തനിക്ക് ജയിക്കാമെന്ന് തീരുമാനിക്കുന്ന ആമയാണ് മുയലിനെ ഓട്ടപ്പന്തയത്തിന് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ അവിടെ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അവിടെ ആമ ജയിക്കുന്നു, മുയൽ തോൽക്കുന്നു. അപ്പോൾ മുയൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞുവല്ലോ, അതിന് പിറകിലെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റാൽ പോലും നീ ഒന്നും ഓട്ടപ്പന്തയത്തിൽ എൻ്റെ അടുത്തെത്തില്ല എന്നതാണ്. പുച്ഛമാണ്, കൺടെംപ്റ്റാണ്, തന്നിലുള്ള അമിതമായ വിശ്വാസവുമാണ്. ഇത് രണ്ടും വിദ്യാർത്ഥികൾക്ക് പാടില്ല എന്നുകൂടി ഇതിൽ നമുക്ക് വായിച്ചെടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ താഴ്ത്തിക്കെട്ടരുത് എന്ന്. അപ്പോൾ ഈ കഥ തീരുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ, മുയൽ തോൽക്കുന്നു, ആമ ജയിക്കുന്നു എന്നതിലാണല്ലോ. അപ്പോൾ ഈ കഥ തീരുന്നിടത്ത് മറ്റൊരു കഥ ആരംഭിക്കുകയാണ്. മുയൽ വീട്ടിൽ ചെന്ന് ചിന്തിച്ചു, ഒരു ഓട്ടപ്പന്തയത്തിലാണല്ലോ, അതും ആമയോടാണല്ലോ താൻ തോറ്റത് എന്ന്, താൻ ജയിച്ചേ മതിയാകൂ.
തൻ്റെ ആ 2 ദോഷങ്ങൾ മുയൽ തിരിച്ചറിഞ്ഞു. ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അന്ന് രാത്രി തന്നെ ആമയോട് ഓട്ടപ്പന്തയത്തിന് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ആമ വിളിച്ചപ്പോൾ മുയൽ വന്നുവല്ലോ, അതുകൊണ്ട് മുയൽ വിളിച്ചപ്പോൾ ആമയ്ക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം പിറ്റേ ദിവസം ആമയും മുയലും വീണ്ടും ഓട്ടപ്പന്തയത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ തൻ്റെ ഈ 2 ദുർഗുണങ്ങൾ, ഈ ദോഷങ്ങൾ മുയൽ അതിജീവിച്ചപ്പോൾ അവിടെ ആര് ജയിച്ചു, ആര് തോറ്റു? മുയൽ ജയിച്ചു, ആമ തോറ്റു. അവിടെ കഥ അവിടെയും അവസാനിക്കുന്നില്ല. അവിടെ ആമ വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചു, എൻ്റെ കഴിവ് കൊണ്ടും മാത്രം ജയിക്കാൻ പറ്റില്ല, എൻ്റെ കഴിവ് കൊണ്ടും മുയലിൻ്റെ കഴിവ് കേടുകൊണ്ടും എനിക്ക് ഓട്ടപ്പന്തയത്തിൽ മുയലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ആമ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ദിവസം തന്നെ, അന്ന് രാത്രി തന്നെ ആമ മുയലിൻ്റെ വീട്ടിൽ ചെന്ന കതകിൽ മുട്ടി വീണ്ടും വെല്ലുവിളിക്കുകയാണ്, നമുക്ക് നാളെ ഓട്ടപ്പന്തയത്തിലൊന്ന് ഏർപ്പെട്ടാലോ എന്ന്. അപ്പോൾ മുയൽ ചോദിക്കുകയാണ്, നിനക്ക് തോറ്റതൊക്കെ മതിയായില്ലേ എന്ന്. പക്ഷേ ആമ വിടുന്ന ഭാവമില്ല, ഓട്ടപ്പന്തയം നടത്തിയേ മതിയാകും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ആ സഞ്ചാരപാത ഞാൻ തീരുമാനിക്കും. നമ്മൾ ഓടിയ ആ പാതയിലൂടെയല്ല, മറ്റൊരു പാതയിലൂടെയാണ് പോകേണ്ടത്. മുയൽ പറഞ്ഞു, ഏത് പാതയും നീ തിരഞ്ഞെടുത്തുകൊള്ളൂ, ഞാൻ തയ്യാറാണ് എന്ന്. വീണ്ടും ഓട്ടപ്പന്തയം ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ ആമയും മുയലും തുടങ്ങി. മുയൽ ക്രിസ്തുവിൽ പറഞ്ഞതുപോലെ ഒറ്റ കുതിപ്പിൽ വലിയ ദൂരം പിന്നിട്ടു. ആമയാണെങ്കിൽ മെല്ലെയാണെങ്കിലും ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് നീങ്ങി. അവിടെ സഞ്ചാരപാത വ്യത്യസ്തമാണെന്ന് പറഞ്ഞുവല്ലോ. അവർ ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നത് ഒരു കുളത്തിന് മുമ്പിലാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? മുയലിന് നീന്താൻ അറിയാമോ? ഇല്ല. ആമയ്ക്ക് നീന്താൻ അറിയാം. എന്തുകൊണ്ടാണ്? ആമ കടലിലും കരയിലും ഒരുപോലെ ജീവിക്കാനാകുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആമ പുഴയിലേക്ക് അല്ലെങ്കിൽ കുളത്തിലേക്ക് എടുത്തു ചാടി നീന്തി അക്കരെ കടന്നു. അങ്ങനെ മുയലിനെ മൂകസാക്ഷിയായി നിർത്തിക്കൊണ്ട് അക്കരെ കടന്ന് അല്പം കൂടി കടന്നപ്പോൾ ഫിനിഷിംഗ് പോയിന്റായി. അവിടെ മുയൽ നോക്കി നിൽക്കെ ആരാണ് ജയിച്ചത്? അവിടെ ആമ ജയിച്ചു. ആര് തോറ്റു? മുയൽ തോറ്റു. അപ്പോൾ വീണ്ടും ആമയും മുയലും ഒത്തുചേർന്ന് അവർ പരസ്പരം സംസാരിക്കുകയാണ്. നീ ജയിക്കുമ്പോൾ ഞാൻ തോൽക്കുന്നു, ഞാൻ ജയിക്കുമ്പോൾ നീ തോൽക്കുന്നു, നമുക്ക് ഒരുമിച്ച് ജയിച്ചാലോ എന്ന്. അവർ ഒരു വട്ടം കൂടി ഓട്ടപ്പന്തയത്തിൽ ഏർപ്പെടുകയാണ്. ഒരു സൗഹൃദ മത്സരമാണ്. ആമയും മുയലും ഒരുമിച്ച് നീങ്ങി. അപ്പോൾ അവിടെ കുളക്കടവിലെത്തുമല്ലോ. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായതെന്നറിയാമോ? അവിടെ ആമ കുളത്തിലേക്ക് എടുത്തു ചാടി മുയലിനെ തൻ്റെ പുറത്തു കയറ്റി. ആമ നീന്തി, ഒപ്പം മുയലും നീന്തി. എന്നിട്ട് കരയിലെത്തിയപ്പോൾ അവിടെ മുയലാണ് ആമയെ ചുമലിൽ ഏന്തിയത്. മുയൽ ഓടി, ഒപ്പം ആമയും ഓടി. അപ്പോൾ അവിടെ ആര് ജയിച്ചു, ആര് തോറ്റു? ആരും തോറ്റില്ല. അവിടെ 2 പേരും ജയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മത്സരരഹിതമായ ഒരു ലോകമാണ് ഈ കഥ വിഭാവനം ചെയ്യുന്നത്. ഈസോപ്പിൻ്റെ കഥകളിൽ ഇതില്ല. ഇത് പിന്നീട് എഴുതി ചേർത്ത ഒരു കഥയിലാണ്. അപ്പോൾ മത്സരരഹിതമായ ഒരു ലോകമാവട്ടെ നമ്മുടെ ലക്ഷ്യം, സൗഹൃദത്തിലൂന്നിയ ഒരു ലോകമാവട്ടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഇത്തരം കഥകളിൽ വിശ്വസിക്കുന്നവർക്ക് വിത്തുപാകാം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഗുഡ്നെസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾ നേരുന്നു ഹാപ്പി ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ.